GTA 5 ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള മിഷനാണ് സബ്മിഷനാണ് റാംപേജ്. അപ്പോൾ ഇന്ന് നമ്മൾ റാംപേജ് ആണ് ചെയ്യാൻ പോകുന്നത്. ഡ്രൈവറിൻ്റെ ചുവന്ന ജീപ്പിൽ നമ്മൾ റാംപേജ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളാം, നല്ല അടിപൊളി, നല്ല വെട്ടവും വെളിച്ചമുള്ള ദിവസമാണ്. റാംപേജ് ചെയ്യാൻ അത്യാവശ്യം വെട്ടവും വെളിച്ചമുള്ളത് നല്ലതാണ്. മഴയത്തൊന്നും പോയി ചെയ്യാൻ പറ്റില്ല, കാരണം ഈ റാംപേജ് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇരുണ്ട ആംബിയൻസിലേക്ക് മാറും. എന്തായാലും കാർ ഓടിച്ച് പോവാം. കാറല്ല, ജീപ്പ്. എന്തുമാത്രം കാറുകളാണല്ലേ. മിണ്ടിക്കൊണ്ട് ഓടിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു കൺട്രോൾ കിട്ടുന്നില്ല. കാർ തെന്നി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിങ് കുറച്ച് മോശമാണെന്ന് തോന്നുന്നു. ഇവിടെ MVD ഒന്നും ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു ബൈക്കുകാരൻ നിൽക്കുന്നുണ്ട്. ഒരു ഇടി കൊടുത്താലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചതാണ്, പിന്നെ ഒരു വഴിക്ക് പോകുന്നതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം പോലീസ് പുറകെ വന്നാൽ ചിലപ്പോൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ലൊക്കേഷൻ ഓൾറെഡി മാപ്പിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റാംപേജിൻ്റെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ റാംപേജിൻ്റെ ലൊക്കേഷനിലെത്തി ഗൈസ്. അവിടെ ആ ദൂരെ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ബിയർ വൈൻ പാർലറാണ്. ബിവറേജിൻ്റെ താഴെ കൂട്ടം കൂടിയിരിക്കുന്ന ആളുകളുമായിട്ടാണ് പ്രശ്നമുണ്ടാക്കി റാംപേജ് ചെയ്യാൻ പോകുന്നത്. ലോക്കൽ ഗുണ്ടകളാണ്. ഇവിടുത്തെ ഗുണ്ടകളെ പോലെയല്ല, ഇവന്മാരുടെ കയ്യിൽ മെഷീൻ ഗണ്ണും പൊട്ടുന്ന പടക്കമൊക്കെ ഉണ്ടാവും. Amigo, where you from? It's none of your business, okay? Hey, it's a slight accent. Fuck you. Hey, so I grew up in Canada, huh? What's a big fucking deal? You fucking racist. And before you fucking ask, no, I'm not a motherfucker. അപ്പോൾ ഡ്രൈവർ നാട്ടുകാരുമായി കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ റാംപേജ് തുടങ്ങുകയാണ്. യെസ്, സ്റ്റാർട്ട്സ്. ടൈം എക്സ്പയർ ആയാൽ നമ്മൾ ഫെയിൽ ആവുകയും ചെയ്യും. എല്ലാത്തിനെയും നിരത്തി കാച്ചാൻ പോവാണ്. ഓടി നടന്ന എല്ലാത്തിനെയും കാച്ചാൻ പോവാണ്. അവിടെ വീടിൻ്റെ ടെറസിൽ നിന്നൊരുത്തൻ വെടിവെച്ച് കളിക്കുന്നുണ്ട്. അവനെ ഒന്ന് ശരിയാക്കിയിട്ട് വരാം. അവൻ്റെ മുട്ടുകാലിന് വെടിവെക്കണോ തലയ്ക്ക് വെടിവെക്കണോ? തലയ്ക്ക് തന്നെ കൊടുക്കാം. യെസ്, തല പൊട്ടിച്ചോര തെറിച്ചു. അടുത്തവനോടെ അതാ താഴത്തൊരുത്തം വരുന്നുണ്ട്. അവനെ ശരിയാക്കാം. അവൻ്റെ നെഞ്ചിനാണ് കൊണ്ടിട്ടുള്ളത്. തിരിച്ചുപോയി ആ കാറിൻ്റെ മറവിൽ ഒളിച്ചു നിന്നാൽ കുറച്ച് പേരും കൂടെ കാച്ചാൻ കിട്ടും. വലതുവശത്ത് വീടിൻ്റെ മുകളിൽ ഒരുത്തം നിൽക്കുന്നുണ്ട്. ഇവിടെ ഒളിച്ച് നിൽക്കാം. പതിയെ പൊങ്ങി നോക്കി. യെസ്, അടുത്തവനും വീണു. ഒരു ലൊക്കേഷൻ ന്യൂട്രലൈസ് ആയിട്ടുണ്ട്. കാര്യമില്ല, ലൊക്കേഷൻസ് ഇനി എല്ലാം കിടക്കുകയാണ്. അടുത്തവനവിടെ. ഇവനെ കുറച്ച് മുമ്പ് കൊന്നതല്ലേ, പിന്നെ എണീറ്റ് വന്നു. തലയ്ക്ക് കൊടുത്തായിരുന്നല്ലോ. ഓക്കെ, ഒന്നുകൂടി ശരിയാക്കിയിട്ടുണ്ട്. ഇനി അപ്പുറം കാണുന്ന ഗോഡൗണിൻ്റെ മുകളിൽ 4 പേര് നിൽക്കുന്നുണ്ട്. 4 പേരില്ല, ഒരാളുള്ളൂ. അവനെയും കൂടി ശരിയാക്കണം. യെസ്, അവനെയും ശരിയാക്കി. എൻ്റെ ലൈഫ് ഏറെക്കുറെ തീരാറായിട്ടുണ്ട്. 3 പേര് ഒരുമിച്ച്. അവിടെ എന്തോ പൊക്കുന്ന സാധനം ഉണ്ടായിരുന്നു, പക്ഷേ ടൈം എക്സ്പയർ ആയി ഗൈസ്. അങ്ങനെ മിഷൻ ഫെയിൽ ആയിട്ടുണ്ട്. താങ്ക് യു, ബൈ ബൈ.